ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ പരിപ്പാണ്. സദ്യക്ക് നമ്മൾ ഒഴിക്കുന്ന പരിപ്പില്ലേ, ആ ഒരു പരിപ്പിൻ്റെ റെസിപ്പി ആയിട്ടൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത്. കണ്ടോ, കറക്റ്റായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് കുറച്ച് പരിപ്പ് നമ്മുടെ നല്ല ചോറിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. കണ്ടോ, അതേ കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യൊക്കെ ഒഴിക്കുക, കൂടെ ഒരു പപ്പടം. കണ്ടോ, അപ്പം നമ്മൾ നാടൻ രീതിയിൽ സദ്യ സ്പെഷ്യൽ ഒരു പരിപ്പാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാൻ ഈ ചട്ടിയിലൊക്കെയാണ് ഒന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. കണ്ടോ, കറക്റ്റായിട്ട് ആ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പം അധികം നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ അധികം ദീർഘിപ്പിക്കുന്നില്ല. പെട്ടെന്ന് പോയി ഇതുപോലത്തെ ഒരു പരിപ്പ് ഇത്തവണ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. സദ്യക്ക് മെയിനായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് പരിപ്പ്. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിപ്പം ഇവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പരിപ്പാണ്. മുമ്പൊക്കെ നമ്മളിത് പയർ പൊടിച്ച് വറുത്ത് ഇങ്ങനെ അതിൻ്റെ പച്ച കളർ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ പരിപ്പ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് ഞാൻ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം അങ്ങനെ വറുത്തൊന്നും എടുക്കണ്ട. ഞാൻ വറുത്തെടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറിയാൽ മതി. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തീ കുറച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഈ പയർ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അധികം മൂക്കിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ചൂടാക്കിയെടുത്ത പയർ പരിപ്പ് ഞാൻ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചട്ടിയിലാണ് ഈ പരിപ്പൊക്കെ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഉപയോഗിക്കും. സവാള ഉപയോഗിച്ചാൽ ടേസ്റ്റിൽ വ്യത്യാസം വരും. പിന്നെ 2-3 ഇതേ കണക്കത്തെ വലിയ പച്ചമുളകാണ്, അതിട്ട് കൊടുക്കുക. 1 പീസ് വെളുത്തുള്ളി, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം ഞാൻ 1 പീസ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ്. അത് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളത്തിന് ഇത്ര ഒരു കണക്കൊന്നൊന്നുമില്ല. നമുക്ക് പയർ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം. അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം പയറിൽ തിക്നെസ് വേണം അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തോളം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ അടച്ച് വെച്ച് വേവിക്കാം. ഗ്യാസ് കത്തിച്ചാൻ വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം. അരപ്പിനായിട്ട് ഞാനിപ്പം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കറുത്ത ഭാഗങ്ങളൊന്നും കാണരുത്. പരിപ്പിന് കരയ്ക്കുമ്പം ആ തേങ്ങയുടെ ലാസ്റ്റ് ബ്രൗൺ കളർ അതൊക്കെ മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ എരിക്കനുസരിച്ച് പച്ചമുളക് തന്നെ അരച്ച് കൊടുക്കണം. 1 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് എന്തായാലും ഒരു ശകലം ചേർക്കണം. 1 പിഞ്ച് ജീരകം ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, 1 പിഞ്ച് ഇട്ടാൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരപ്പ് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഈ രീതിയിൽ അരഞ്ഞു വരണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് പരിപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. ഇതിനകത്തുള്ള പച്ചമുളകും അതുപോലെ ഉള്ളിയും എല്ലാം നല്ല പോലെ അരഞ്ഞ് വരണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇത് പയർ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അധികം നമ്മൾ തവിയിട്ടൊന്നും ഉടയ്ക്കേണ്ട കാര്യമില്ല. അത് ചെറുപയർ നമ്മൾ വറുത്ത പയറായതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഉടഞ്ഞു വരും. ഇതിനകത്തുള്ള ഉള്ളിയും പച്ചമുളകും ഒന്നും നമ്മൾ ഉടയ്ക്കേണ്ട. അത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പം ഇങ്ങനെ കിട്ടും സദ്യയിലേക്ക്. ഇത് കണ്ടോ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനൊരു 10 മിനിറ്റ് വേവിച്ചാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, കുക്കറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2 വിസിലോടുകൂടി ഇത് വെന്ത് വരത്തില്ല. കുക്കറിൽ വെച്ചാൽ 2 വിസിലുകൊണ്ട് വെന്ത് വരും. പക്ഷേ ഇങ്ങനെ ചെയ്താലാണ് പരിപ്പിന് നല്ല ഒരു രുചി, എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന പരിപ്പല്ലേ, അപ്പം അന്ന് കുറച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ പയർ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കണം.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി തിളയ്ക്കാൻ പാടില്ല. ഈ അരപ്പിൻ്റെ ജസ്റ്റ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അടിപൊളി പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് കടുക് താളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ശാലൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത്തവണ ഓണത്തിന് എല്ലാവരും പരിപ്പ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.